നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ യഥാർത്ഥ താക്കോൽ ഇരിക്കുന്നത് വയറ്റിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ശരീരത്തിനുള്ളിൽ കോടിക്കണക്കിന് കുഞ്ഞൻ ജീവികൾ വസിക്കുന്ന ഒരു വലിയ ലോകമുണ്ട്. അതിനെയാണ് ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ഇന്ന് ഹെൽത്ത് ഇൻഫ്ലുവൻസുമാരും ഡോക്ടർമാരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, പോസ്റ്റ്ബയോട്ടിക്സ്, സിംബയോട്ടിക് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ എല്ലാം ഒന്നാണെന്ന് തോന്നുമെങ്കിലും ഇവയുടെ പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ ദഹന വ്യവസ്ഥയെയും പ്രതിരോധ ശേഷിയെയും മാറ്റിയെടുക്കാൻ ശേഷിയുള്ള ഈ 4 ഘടകങ്ങളെയും ശാസ്ത്രീയമായി എന്നാൽ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് പ്രോബയോട്ടിക്സിനെ കുറിച്ച് നോക്കാം. ലളിതമായി പറഞ്ഞാൽ നമ്മളെ കുടലിലെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ലൈവായിട്ടുള്ള അല്ലെങ്കിൽ ജീവനുള്ള നല്ല ബാക്ടീരിയകളും ഈസ്റ്റുകളുമാണ് പ്രോബയോട്ടിക്സ്. ഇവ നമ്മുടെ വയറ്റിലെ ദോഷകരമായ ബാക്ടീരിയകളോട് പോരാടി ദഹനം സുഗമമാക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. നമ്മുടെ കേരളത്തിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന നല്ല കട്ടത്തൈര്, മോര്, പച്ചക്കറികൾ, ഉപ്പിലിട്ടത്, നമ്മുടെ പരമ്പരാഗത ഭക്ഷണമായ പഴങ്കഞ്ഞി എന്നിവയെല്ലാം മികച്ച പ്രോബയോട്ടിക്സുകളാണ്. നമ്മൾ പതിവായി കഴിക്കുന്ന ഇഡ്ഡലി, ദോശ എന്നിവയുടെ മാവ് പുളിപ്പിക്കുന്നതിലൂടെ ഇത്തരം നല്ല ബാക്ടീരിയകൾ ധാരാളമായി ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ഘടകമായ പ്രീബയോട്ടിക്സ് എന്താണെന്ന് പരിശോധിക്കാം. ജീവനുള്ള ബാക്ടീരിയകളായ പ്രോബയോട്ടിക്കൽസ് വളരാനും നന്നായി പ്രവർത്തിക്കാനും ആവശ്യമായ ആഹാരമാണ് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇതൊരു തരം ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നാരുകളാണ്. നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയയിൽ ഇവയെ ആഹാരമാക്കി മാറ്റി അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, വാഴപ്പഴം, നേന്ത്രപ്പഴം, ഓട്സ്, ചെറുപയർ, മുതിര തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഉയർന്ന അളവിൽ പ്രീബയോട്ടിക് നാരുകൾ അടങ്ങിയ മികച്ച ആഹാരങ്ങളാണ്. അടുത്തതായി ഈ പ്രോബയോട്ടിക് ബാക്ടീരിയകൾ പ്രീബയോട്ടിക് നാരുകൾ കഴിച്ച് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ പോസ്റ്റ്ബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ജീവനുള്ള ബാക്ടീരിയകൾ ഉണ്ടാകില്ല, പക്ഷേ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ, എൻസൈമുകൾ, പെപ്റ്റൈഡുകൾ തുടങ്ങിയ ആരോഗ്യകരമായ കെമിക്കൽ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കുടലിൻ്റെ ഭിത്തികളെ സംരക്ഷിക്കാനും ശരീരത്തിലെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനും തലച്ചോറിൽ പ്രവർത്തനങ്ങളെ പോലും നിയന്ത്രിക്കാനും ഈ പോസ്റ്റ്ബയോട്ടിക്സിന് സാധിക്കുമെന്ന് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കും. ആപ്പിൾ സിഡാർ വിനാഗിരി, പൊളിപ്പിച്ച കഞ്ഞിവെള്ളം എന്നിവയെല്ലാം ഇത്തരം പോസ്റ്റ്ബയോട്ടിക് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 4ാമത്തെ ഘടകമായ സിൻബയോട്ടിക്സ്. എന്നാൽ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഒരുമിച്ച് ചേരുന്ന അവസ്ഥയാണ്. അതായത് നല്ല ബാക്ടീരിയയും അവയ്ക്കുള്ള ഭക്ഷണവും ഒരൊറ്റ കോമ്പിനേഷനായി ശരീരത്തിലെത്തുമ്പോൾ അത് ഇരട്ടി ഫലം നൽകുന്നു. ഇതിനായി നമ്മൾ വിപണിയിൽ നിന്ന് പ്രത്യേകമൊന്നും വാങ്ങേണ്ടതില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ ഇത് തയ്യാറാക്കാം. ഉദാഹരണത്തിന് പ്രീബയോട്ടിക്കായ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്രോബയോട്ടിക്കായ തൈരിൽ കലർത്തി കഴിക്കുന്നത് ഒരു മികച്ച സിൻബയോട്ടിക് ആഹാരമാണ്. അതുപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് തയ്യാറാക്കുന്ന തൈര് കാച്ചിയതും ദഹനാരോഗ്യത്തെ അത്ഭുതകരമായി മെച്ചപ്പെടുത്തുന്ന ഒരു നാടൻ സിംബയോട്ടിക് കൂട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പൊള്ളിപ്പിച്ച തനത് ഭക്ഷണങ്ങളോ കട്ട തൈരോ ഒക്കെ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ ലാബുകളിൽ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത കൃത്രിമ സപ്ലിമെൻറ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകളിൽ പ്രധാനമായും ലാക്ടോബാസിലസ്, അസിഡോഫിലസ്,
ബിഫിഡോബാക്ടീരിയം, ലാക്റ്റിസ് തുടങ്ങിയ ലൈവ് ബാക്ടീരിയയുടെ സ്ട്രെയിനുകളാണ് അടങ്ങിയിരിക്കുന്നത്. പ്രീബയോട്ടിക് സപ്ലിമെൻറ്റുകളായി ഇനുലിൻ, ഫ്രക്ടോ ഒളിഗോ സാക്കറൈഡ്സ് എന്നീ സസ്യനാരുകളാണ് കാപ്സ്യൂൾ രൂപത്തിൽ നൽകപ്പെടുന്നത്. ബാക്ടീരിയകളുടെ സാന്നിധ്യമില്ലാത്ത പോസ്റ്റ് ബയോട്ടിക് സപ്ലിമെൻറ്റുകളിൽ പ്രധാനമായും സോഡിയം ബ്യൂട്ടറേറ്റ് പോലുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡാണ് ഉണ്ടാകാറുള്ളത്. ഇവ രണ്ടും ഒരുമിച്ചടങ്ങിയ സിംബയോട്ടിക് സപ്ലിമെൻറ്റുകൾക്ക് ഉദാഹരണമാണ് ലാക്ടോബാസിലസ് റാംനോസസും ഫ്രക്ടോ ഒളിഗോസാക്കറൈഡും ചേർന്നുള്ള മികച്ച കോമ്പിനേഷനുകൾ. ഇത്തരം ഘടകങ്ങൾ അടങ്ങിയ സപ്ലിമെൻറ്റുകൾ ഗുളികളായോ പൗഡറുകളായോ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണെങ്കിലും ഇവ ഒരു ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാൽ കൃത്രിമ സപ്ലിമെൻറ്റുകളേക്കാൾ എപ്പോഴും നമ്മുടെ നാടൻ ഭക്ഷണങ്ങളിലൂടെ ഇവ ശരീരത്തിൽ എത്തുന്നതാണ് ഏറ്റവും ഗുണകരം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രോബയോട്ടിക് എന്നാൽ നല്ല ബാക്ടീരിയകളും, പ്രീബയോട്ടിക്സ് അവയുടെ ഭക്ഷണവും, പോസ്റ്റ് ബയോട്ടിക്സ് അവ പുറത്തുവിടുന്ന ഗുണകരമായ ഘടകങ്ങളും, സിംബയോട്ടിക്സ് ഇവിടെ ശക്തമായ കൂട്ടുകെട്ടുമാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മികച്ചതാണെങ്കിൽ ചർമ്മത്തിൻ്റെ ഭംഗി കൂടാനും മാനസിക സമ്മർദ്ദം കുറയുവാനും ഊർജ്ജസ്വലത നിലനിർത്താനും സാധിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നമ്മുടെ നാടൻ മോരും തൈരും പഴങ്ങളും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യൂ. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.